أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖാരിഅയിലെ 5 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. അവയുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: ജനങ്ങൾ ചിതറപ്പെട്ട ശലഭങ്ങളെ പോലെ ആവുകയും പർവ്വതങ്ങൾ കടയപ്പെട്ട കമ്പിളി രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന നാളിൽ, അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തട്ട് ഭാരം തൂങ്ങുന്നുവോ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. ആരുടെ സൽക്കർമ്മങ്ങളുടെ തട്ട് ലഘുവാകുന്നുവോ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. അതെന്താണെന്ന് നിനക്കെന്തറിയാം? അത് എരിയുന്ന തീയാകുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തുകൾക്ക് നൽകിയ തഫ്സീറിൻ്റെ സംഗ്രഹമാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ലിഹ്നിൽ മൗഫൂഷ്. അതായത് ജനങ്ങൾ ചിതറപ്പെട്ട ശലഭങ്ങളെ പോലെ ആവുകയും പർവ്വതങ്ങൾ കടയപ്പെട്ട കമ്പിളി രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന നാളിൽ, ചില മനുഷ്യരുടെ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. വെളിച്ചം കാണുമ്പോൾ പ്രാണികൾ ചുറ്റും കൂടപ്പെടുന്നു, പ്രതീക്ഷകൾ ജനിക്കുന്നു, സ്വാതന്ത്ര്യം തോന്നപ്പെടുന്നു. എന്നാൽ ആ വെളിച്ചം അണയുന്നതോടുകൂടി ദിശയേതെന്നറിയാതെ അവ അസംഘടിതമായി പരന്നു പോകുന്നു. ശേഷം അവർ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് അലയുന്നു. അവരുടെ രക്ഷയ്ക്കുള്ള ഒരു മാർഗവും പിന്നീട് അവർക്ക് ലഭിക്കുന്നതല്ല. എങ്ങോട്ട് പോകും, ആരെ പ്രാപിക്കും എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു അറിവും ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ അൽ ഖാരിഅയുടെ അർത്ഥം ആറ്റം ബോംബാണ് എന്ന് പറയപ്പെടുന്നു. ചിതറപ്പെട്ട ജനങ്ങളെയും കമ്പിളി രോമം പോലെ കടയപ്പെട്ട പർവ്വതങ്ങളെയും കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഖാരിഅ എന്നാൽ ഖിയാമത്ത് നാളിനെയും പറയുന്നു. ജബലുൻ എന്നാൽ രാജ്യ തലവന്മാരെയും വലിയ സ്ഥാനത്തുള്ള ആളുകളെയും പറയപ്പെടുന്നു. അവരുടെ ശക്തികൾ നഷ്ടപ്പെടുമെന്നും ഇവിടെ അർത്ഥം വരുന്നുണ്ട്. വലിയ വലിയ ആയുധങ്ങൾക്ക് മുമ്പിൽ അവരുടെ ബുദ്ധി പ്രയോഗവും ഐഡിയകളും നിഷ്ഫലമായി പോകുന്നു. പിന്നീട് അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തി റാദിയഹ് വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയഹ്. അതായത്, അപ്പോൾ ആരുടെ സൽക്കർമ്മങ്ങളുടെ തട്ട് ഭാരം തൂങ്ങുന്നുവോ അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. ആരുടെ സൽക്കർമ്മങ്ങളുടെ തട്ട് ലഘുവാകുന്നുവോ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും. ഖുറാനിൽ മീസാൻ എന്ന വാക്കും മവാസീൻ എന്ന വാക്കും വന്നിട്ടുണ്ട്. പ്രവൃത്തി ദൈവത്തിൽ നിന്നാണെങ്കിൽ മീസാൻ എന്നും മനുഷ്യരിൽ നിന്നാണെങ്കിൽ മവാസീൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഭാരം അളക്കുന്നതിനെയാണ് മീസാൻ അല്ലെങ്കിൽ മവാസീൻ എന്ന് പറയുന്നത്. അവസാന നാളിൽ ആയുധങ്ങൾ ഏന്തിയവർ ഒരുപാടുണ്ടാവും. എന്നാൽ നന്മയുടെ തൂക്കം കൂടിയവർ കുറച്ച് പേർ മാത്രമായിരിക്കും. അന്ന് എല്ലാവരുടെ മാലിക്കിയത്ത് അഥവാ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും. മാലിക് യൗമിദ്ദീനായ അള്ളാഹുവിൻ്റെ ആ ഏക ഉടമസ്ഥതയുടെ കീഴിൽ വന്നു ചേരപ്പെടും. വേൾഡ് വാറിനെ സംബന്ധിച്ചും അതിൻ്റെ സൂചനകളെ സംബന്ധിച്ചും ഒരുപാട് പ്രവചനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വ്യക്തമായ ശിക്ഷ വരാനിരിക്കുന്നു. മനുഷ്യകരങ്ങൾ തന്നെയാണ് അതിന് കാരണം.
ഇവിടെ പറഞ്ഞിട്ടുള്ള സഖുലത്ത് മവാസീനുഹു എന്നത് കൂടുതൽ നന്മ ചെയ്യുന്നവരെയാണ്. എന്നാൽ ഖഫത്ത് മവാസീനുഹു എന്നത് സൂചിപ്പിക്കുന്നത് കൂടുതൽ തിന്മയും നന്മ കുറവും ഉള്ളവരെയാണ്. ഇസ്ലാമിനെതിരിൽ വർത്തിക്കുന്നവരെയും ഭൗതികതയിൽ മത്സരിച്ച് മുന്നേറുന്നവരെയും ആലോചിച്ച് വ്യസനിക്കേണ്ടതില്ലെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു. അവരുടെ പക്കൽ ഭൗതികതയല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു അവൻ്റെ സാമീപ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അന്ത്യനാളിൽ വലിയ വലിയ ശക്തികൾ പോലും നിഷ്ഫലമായി പോകുമ്പോൾ നന്മയുടെ തുലാസ് താഴ്ന്നു നിൽക്കുന്നവർക്ക് മാത്രമാണ് വിജയം ലഭിക്കുക. ഹാവിയ എന്നാൽ തള്ളി വീഴ്ത്തുന്നത് എന്ന അർത്ഥമാണ് വരുന്നത്. പാപികളുടെ സങ്കേതം തീർച്ചയായും നരകം തന്നെയാണ്. പിന്നീട് അള്ളാഹു പറയുന്നു, വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അതായത് അതെന്താണെന്ന് നിനക്കെന്തറിയാം, അത് എരിയുന്ന തീയാകുന്നു. ഇവിടെ തുടക്കത്തിൽ പ്രയോഗിച്ച പോലുള്ള പ്രയോഗമാണുള്ളത്. അതായത് ആ സംഭവത്തിൻ്റെ ഭീകരതയാണ് ഇവിടെ പറയുന്നത്. ജപ്പാനിൽ ആറ്റം ബോംബ് ഉണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വളരെ വലുതായിരുന്നു. അവരുടെ തലമുറകൾ പോലും ഇന്നും പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയുടെ തീയുടെ തീവ്രത വളരെ വളരെ വലുതായിരിക്കും. ഇപ്പോൾ കാണുന്നതെല്ലാം വെറും തുടക്കങ്ങളാണെന്നും ഭയാനകമായ വിപത്ത് നമ്മെ കാത്തിരിക്കുന്നെന്നും ഖലീഫ ഓർമ്മിപ്പിക്കുന്നു. നന്മയുടെ ഭാരം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. അള്ളാഹു നമുക്കേവർക്കും നന്മയുടെ പാതയിൽ വർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ ഖാരിയയുടെ ദർസ് ഇവിടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.